നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്ത് നമ്മൾ എന്തൊക്കെ വീഡിയോ ആണ് കാണാറുള്ളതെന്ന് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ ആർക്കും അത് കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ കിട്ടുന്ന ആൾക്ക് നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി എല്ലാം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിനകത്തുള്ള ചെറിയൊരു സെറ്റിങ്സ് നമ്മൾ മാറ്റി വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി നമുക്ക് കൂടുതൽ സേഫ് ആക്കാൻ സാധിക്കും. ഏതാണ് ആ സെറ്റിങ്സ് എന്നാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. യൂട്യൂബിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഈ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പണായി വരും. ഇവിടെ കാണാം മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഈ മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസുകളും യൂട്യൂബിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എന്തൊക്കെയാണ് വീഡിയോകൾ കാണുന്നതെന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ താഴേക്ക് നോക്കിയാൽ ഒരാൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് മുകളിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇന്നത്തത് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഓരോ ദിവസവും പ്രത്യേകം ഡിലീറ്റ് ചെയ്യാം. എല്ലാം മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈം ഉണ്ട്. പക്ഷേ ഇതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഇനി നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോന്ന് വേണമെങ്കിൽ ഇവിടെ ഈ അവസാനത്തെ ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നോക്കി അതും ഡിലീറ്റ് ചെയ്ത് ഇതുപോലെ കളയാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് ഇവിടെ കാണാൻ നിൽക്കുക മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഈ കാണുന്ന ഭാഗത്ത് ഈ ചെറിയ ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ രണ്ട് ഓപ്ഷനിലാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്താണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന രണ്ടാമത്തെ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് ചോദിക്കും. ആ ഫിംഗർ ലോക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു വെരിഫൈ ലോക്കിലേക്ക് മാറും. ഇപ്പോൾ അവിടെ താഴേക്ക് നോക്കുക. ഇതുപോലെ ലോക്കാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹിസ്റ്ററി ആരെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലോക്കായി കാണിക്കും. ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഫിംഗർ ലോക്ക് കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ഹിസ്റ്ററി ഇനി കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ ലോക്ക് കൊടുത്തപ്പം നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത യൂട്യൂബ് ഹിസ്റ്ററി എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററി ഇത്തരത്തിൽ ഓഫ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഓട്ടോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യും. ഈ ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ മുകളിൽ 36 മാസം എന്ന് കാണും. അത് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ 3 മാസം സെലക്ട് ചെയ്ത് കൊടുക്കുക. 3 മാസം സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിൽ ഓരോ തവണയും ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.